ഈ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ഉടമ്പടികളുമായിട്ട് ഹമാസ് യോജിക്കണം. ഇപ്പോൾ ഇതിനകത്ത് 21 ഉടമ്പടികളാണ് പറയുന്നത്. ഇതിൽ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് നിലവിൽ ഈ മുനമ്പിൽ ഈ പലസ്തീൻകാരെ താമസിപ്പിക്കണം, അല്ലെ അവരൊഴിഞ്ഞു പോകരുത്, ഭാവിയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടേക്കാം, ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ഉടമ്പടി ഒപ്പിട്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം. ഇതൊക്കെ നടക്കുമോ? 48 മണിക്കൂറിനും 72 മണിക്കൂറിനും ഉള്ളിൽ മോചിപ്പിക്കണമെന്നാണ് ഈ ഒരു ആവശ്യത്തിന് പുറകെ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇപ്പോൾ 21 റോഡ് മാപ്പിൽ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഇത് നെതന്യാഹു ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ ഒരു 21 റോഡ് മാപ്പ് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അപ്പോൾ അതിലെ പ്രധാന പ്രസക്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗാസയിൽ സമാധാനം ശാശ്വതമായി കൊണ്ടുവരാൻ ലക്ഷ്യമിടുക തന്നെയാണ്. സമാധാനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ഘടകങ്ങൾ യുദ്ധവിരാമം, യുദ്ധം അവസാനിക്കണം, സൈനിക പ്രവർത്തനങ്ങളുടെ ഉപരോധം, കരാർ അംഗീകരിച്ച ഉടനെ തന്നെ ഫ്രണ്ട് ലൈൻ ഫ്രീസ് നിലവിൽ വരണം. എന്നുവെച്ചാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ തടയപ്പെടുകയും വേണം. ഫ്രണ്ട് ലൈൻ ഫ്രീസ് നിലവിൽ വരണം. ബന്ദികളുടെ മോചനം, സുനിജി നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹമാസിൻ്റെ കൈവശമുള്ള എല്ലാ ബന്ദികളെയും ഹോസ്റ്റേജുകളെയും 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കണം എന്നാണ്. ഇതിനാവശ്യമായ ഭേദഗതികളോടുള്ള വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു വലിയൊരു നടുക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടിരുന്നു. ഒരു ബന്ദിയെ കൊണ്ട് ഹമാസിൻ്റെ പ്രവർത്തകർ ശവക്കുഴി തോണ്ടിപ്പിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു, അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു വിഷ്വലാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രയാസം അനുഭവിക്കുന്ന ബാക്കിയുള്ള ഈ ബന്ദികളെയൊക്കെ ഉടൻ മോചിപ്പിക്കണം എന്നാണ്. 48 72 മണിക്കൂറിൽ വെച്ചാൽ ഉടൻ മോചിപ്പിക്കണം എന്ന് തന്നെയാണ്. മരണവും ഭരണവും നിയന്ത്രണവും അവിടുത്തെ ഭരണവും നിയന്ത്രണവും ഗാസയുടെ താൽക്കാലിക ഭരണത്തിനായി ടെക്നോക്രാറ്റിക് രാഷ്ട്രീയരഹിതമായ ഒരു കമ്മിറ്റിയെ, അത് രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നിട്ട് അല്ലാത്തൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തണമെന്നുള്ള ആശയം ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹമാസിൻ്റെ നിരായുധീകരണം, അവരെ ആയുധവൽക്കരിക്കുന്ന ആ പരിപാടി അവസാനിപ്പിച്ച് ഹമാസിൻ്റെ സൈനിക സംവിധാനങ്ങൾ, തുരങ്കങ്ങൾ, ആക്രമണശേഷിയുള്ള എല്ലാ ആയുധബലവും നശിപ്പിക്കണം എന്ന് നിർദ്ദേശമുണ്ട്. അവരെ നിരായുധീകരിക്കണം എന്നാണ്. പുനരുദ്ധാരണവും സേനാവിന്യാസവും ഗാസയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുനർനിർമ്മാണ പദ്ധതികളും സ്ഥിരത ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സുസ്ഥിരത ഉള്ള സേനയെ സ്ഥാപിക്കാനുമുള്ള ആശയങ്ങളും പദ്ധതിയുടെ ഭാഗമാണ്. കുടിയേറ്റ അവകാശങ്ങളും ഉണ്ട് കേട്ടോ. ഗാസയിൽ നിന്ന് ആരെയും നിർബന്ധിച്ച് കടത്തിവിടരുതെന്നും പോകാനും തിരിച്ചു വരാനുള്ള അവകാശം അവർക്കുണ്ടാവണം എന്നുമാണ്. ഇതിനുള്ള വെല്ലുവിളികൾ ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും നിലപാടുകൾ തന്നെയാണ്. ഈ വിപുലമായ റോഡ് മാപ്പ് വിജയിക്കുന്നതിൽ ഏതൊക്കെ ആശങ്കകൾ, വെല്ലുവിളികൾ നിലനിൽക്കുന്നു എന്ന് പരിശോധിച്ചാൽ ഹമാസിൻ്റെ മൗനം. ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചുവന്ന അക്കത്തിലാണ്, ഫ്രണ്ട് പേജിൽ വലിയ വാക്കുകൾ, ചോദ്യചിഹ്നത്തോടെ ഇനി ഹമാസ് പറയണം. ഈ മൗനം വളരെ പ്രധാനമാണ്. ഹമാസ് ഈ പദ്ധതിയെ ഔദ്യോഗികമായി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. നിരായുധീകരണത്തിനായുള്ള നിർദ്ദേശങ്ങൾ അവർ തള്ളിക്കളയാനാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, തള്ളിക്കളയാൻ തന്നെയാണ് ആ സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നെതന്യാഹുവിൻ്റെ അനിശ്ചിതത്വമുണ്ട് ഈ കാര്യത്തിൽ. ദൗത്യം പൂർത്തിയാക്കണമെന്ന നിലപാടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി എടുത്ത തീരുമാനം നടപ്പാക്കുക. ഞാൻ മുമ്പ് എപ്പോഴും സംസാരിച്ചിരുന്നു, നമ്മളെ മൊസദിനെ കുറിച്ചുള്ള ഒരു പുസ്തകം, അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ബെസ്റ്റ് സെല്ലറുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചാൽ നമ്മൾ ത്രില്ലടിച്ചു പോകും. എന്തുകൊണ്ടാണ് മൊസദ് ലോകത്തിൻ്റെ നെറുകയിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്? ഒരു എക്സിക്യൂഷൻ, അവരൊരു കാര്യം ഏറ്റെടുത്താൽ ആ കാര്യം നടപ്പാക്കാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നുകൊണ്ട് നടപ്പാക്കുന്ന നിശ്ചയദാർഢ്യമുള്ള അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള, അവിടെ ഒരു പട്ടാളക്കാരനായി സേവനമന്വേഷിച്ച് വളർന്നു വന്ന ഒരാളെന്ന നിലയ്ക്ക്, കൊണ്ടും കൊടുത്തും വളർന്നു വന്ന ഒരാളെന്ന നിലയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ച കാര്യം നടപ്പാക്കും. അതാണ് കാണുന്നത്. അപ്പോൾ അധിനിവേശ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഗാസയിൽ നിയന്ത്രണം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര മേൽനോട്ടം ഏർപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ പല പാലസ്തീൻ പാർട്ടികളിലും ഭരണവും രാഷ്ട്രീയപരമായ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങളുടെ പങ്ക് ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. പദ്ധതിയുടെ വിജയത്തിന് സാമ്പത്തിക സഹായം, രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ ഉറപ്പാക്കാൻ പ്രാദേശിക അറബ് രാജ്യങ്ങളുടെ പിന്തുണയും ബാധ്യതയും നിർണായകമാണ്. ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ, അയൽ രാജ്യങ്ങളുടെയൊക്കെ പങ്ക് വളരെ നിർണായകമാണ്. ഗാസയുടെ ഭാവിയും സാധ്യതകളും പരിശോധിച്ചാൽ ഈ റോഡ് മാപ്പ് യാഥാർത്ഥ്യമായാൽ ഗാസയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കാണുന്നു. മനുഷ്യ ദുരിതം കുറയ്ക്കാം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. യുദ്ധം ശാശ്വതമായി ഇല്ലാതാവും, അവസാനിക്കും.
അതിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവഹാനിയും ദുരിതങ്ങളും തടയാം എന്നുള്ളതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ വിലാപങ്ങൾ ഇല്ലാതാവും എന്നുള്ളതാണ്. സഹായം സജീവമാക്കാൻ കഴിയും. അന്താരാഷ്ട്ര സഹായങ്ങൾ സൈനിക ഉപദ്രവം കുറയുന്നതോടെ, എതിർപ്പ് കുറയുന്നതോടെ ഭക്ഷ്യ സഹായം, മരുന്നുകൾ, പുനർനിർമ്മാണ സാമഗ്രികൾ, റീഹാബിലിറ്റേഷനുള്ള സാമഗ്രികൾ അതൊക്കെ ഗാസയിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ വഴിയൊരുങ്ങും. കപ്പലുകൾക്ക് സഹായങ്ങൾ കൊണ്ടുവരുന്ന വലിയ കപ്പലുകളൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യും. പുതിയൊരു ഭരണഘടന ഉണ്ടാവും. ഹമാസിൻ്റെ നിയന്ത്രണം നീങ്ങുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഹമാസിൻ്റെ നിയന്ത്രണം നീങ്ങുകയാണെങ്കിൽ പുതിയൊരു ഭരണഘടന, ഒരു രാഷ്ട്രമുണ്ടാവും. പാലസ്തീൻ അതോറിറ്റിയുടെയും അന്താരാഷ്ട്ര വിദഗ്ധരുടെയും ഇടപെടലിലൂടെ ഗാസയുടെ ഭരണഘടന നവീകരിക്കാനുള്ള സാധ്യത തുറക്കും. ഇപ്പം നിലവിലുള്ള ഗാസയുടെ ഭരണഘടന നവീകരിക്കാനുള്ള സാധ്യത വീണ്ടും തുറക്കുകയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ പുനരാരംഭിക്കും. വ്യവസായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വാതിൽ തുറക്കും. ഇവിടെ ട്രംപിൻ്റെ നമ്മളെ ടൂറിസം പദ്ധതി പോലുള്ള പരിപാടികളൊക്കെ നടപ്പാക്കപ്പെടുന്നതാണ്. അതൊരു പ്രഹസനമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരം നല്ല വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ 21 പോയിന്റ് സമാധാന റോഡ് മാപ്പ് ഗാസയിലെ സ്ഥിരത ഉറപ്പാക്കാനുള്ള ഒരു വിപുലമായ നീക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും എല്ലാ പാർട്ടികളുടെയും സമ്മതി, ഹമാസിൻ്റെ നിരായുധീകരണം, ഭരണഘടനാപരമായ മാറ്റങ്ങൾ, അന്താരാഷ്ട്രപരമായ സഹകരണം, മറ്റു രാജ്യങ്ങളുടെ സഹകരണം എന്നിവയെല്ലാം സംയോജിപ്പിച്ചാൽ മാത്രമേ ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കാനും ഗാസയിൽ ശാശ്വതമായ സഹായങ്ങൾ കൊണ്ടുവരാനും സമാധാനം കൊണ്ടുവരാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. ഹമാസ് പറയണം ഇനി എന്താണ് സിനിജിക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പലസ്തീൻ അതോറിറ്റി അതിൻ്റെ പ്രസിഡന്റ് ഉണ്ട് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു ഞങ്ങൾക്ക് ഹമാസിൻ്റെ യാതൊരുവിധ പിന്തുണയും വേണ്ട, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണം, നിങ്ങൾ ഈ മേഖല വിട്ടു പോകണം എന്ന് പറയുന്നത്. പക്ഷേ ഹമാസ് പറയുന്നത് ഞങ്ങൾ ഇവിടെ പോരാടും. അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് നിലപാടെടുക്കുക. ഇപ്പം അമേരിക്ക പറയുന്നത് ഇത് തന്നെയാണ്, ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇവിടെ വിട്ടുപോകണം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണം. മാത്രമല്ല നിങ്ങൾ നിരായുധീകരിക്കപ്പെടണം. അപ്പോൾ ബങ്കറുകളുണ്ട്, അത് മുഴുവൻ തകർക്കണം. ആയുധങ്ങൾ മുഴുവൻ പലസ്തീൻ അതോറിറ്റിക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഈ അമേരിക്ക പറയുന്ന ആരുടെ മുമ്പിലാണോ അവരുടെ മുമ്പിൽ കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ ഹമാസ് ഇല്ല. അങ്ങനെ ഹമാസ് ഇല്ലാതെ അവർക്ക് എത്ര കാലം നിലനിൽക്കാൻ പറ്റും? ഇനി മറ്റൊന്ന്, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണം. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്നുള്ളതിന് ഇസ്രായേൽ നേരത്തെ സമ്മതം മൂളിയതാണ്. ഇപ്പോൾ അന്ന് അറബ് രാജ്യങ്ങൾ എതിർത്തു. ഇപ്പോൾ അതേ ആവശ്യം അറബ് രാജ്യങ്ങൾ പറയുന്നു, പക്ഷേ സംഭവിക്കുന്നില്ല. ഇവിടെ നിന്ന് ഈ ഹമാസുകാർ ഓടിപ്പോയെങ്കിൽ മാത്രമേ വീണ്ടും സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കുകയുള്ളൂ. അതായത് മരുന്ന് വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം, മലിനജലം ഒഴുകി പോകാനുള്ള ഓവുചാല് പോലും നിർമ്മിക്കണമെങ്കിൽ ഈ സഹായങ്ങളൊക്കെ വേണം. ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ അമേരിക്ക പറയുന്നത് മുഴുവൻ ഹമാസ് കേൾക്കണം. അങ്ങനെ ഹമാസ് കേൾക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ഹമാസ് ഇവിടെ വിട്ടുപോയാൽ അവരെവിടെ പോകും, എങ്ങോട്ട് പോകും? ഇപ്പം അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ സുരക്ഷിതമായ മാർഗ്ഗം ഒരുക്കിത്തരാം. റോഡ് മാർഗ്ഗം പോകണമെങ്കിൽ അങ്ങനെ, അല്ലാത്ത മാർഗ്ഗം പോകണേ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ. അതല്ലാതെ ഇവിടെ കിടന്ന ഒരു പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല. അപ്പോൾ അവിടെ ഒരു പുതിയ ഭരണസമിതിയെ രൂപീകരിക്കുന്നു. അങ്ങനെ ഭരണസമിതി രൂപീകരിക്കുമ്പോൾ അതിനകത്ത് നയതന്ത്ര വിദഗ്ധരുണ്ട്, അവിടുത്തെ രാഷ്ട്രീയ വിദഗ്ധരുണ്ട്, വൈദഗ്ധ്യമുള്ള പലസ്തീൻകാരെ ഉൾപ്പെടുത്തും. ഹമാസിൻ്റെ ഒരാൾ പോലും ഇല്ല. അപ്പോൾ ഹമാസിന് ഈ ഭരണകാര്യങ്ങളിൽ യാതൊരുവിധ പങ്കാളിത്തവും ഇല്ലെന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അങ്ങനെ പറയുന്നതിനോട് ഹമാസ് എന്ത് മറുപടി പറയാം? അതാണ് ഇപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം. ഇനി അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഗാസയ്ക്കെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് നെതന്യാഹു തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ആക്രമിച്ചാൽ അമേരിക്കയും കൂടെ ചേരും. കാരണം അമേരിക്ക പറഞ്ഞിട്ട് ഈ ഹമാസ് കേട്ടില്ലെങ്കിലോ? ശരിക്കും ഒരു തീവ്രവാദ സംഘടനയാണെന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അത്തരം ഒരു നിലപാട് ഹമാസ് അംഗീകരിക്കും. ഇപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ ഈ ബന്ദികളെ വിട്ടയക്കണം. അങ്ങനെയാണെങ്കിൽ 20 പേരോ മറ്റോ ഉള്ളൂ ജീവനോടെ, ബാക്കി 28 പേരുണ്ട്. അവരെ ആദ്യം വിട്ടയക്കുക, അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ അത് കൈമാറും. അതിനുശേഷം നമുക്ക് പറയാം ഇത് ഇനി ഹമാസ് ചെയ്യുമെന്ന് അറിയത്തില്ല. അത് ചെയ്താൽ ഉടനെ ഹമാസിൻ്റെ ഏതാണ്ട് കെട്ടും പാട്ടും അടച്ചുകൂട്ടാൻ തീർന്നു അവർക്കറിയാം. ആര് പറഞ്ഞാൽ ഹമാസ് കേൾക്കും എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്തായാലും ഈ 21 റോഡ് മാപ്പ്, ഈ 21 പോയിന്റ് സമാധാന മാപ്പ് സമാധാനത്തിലേക്കുള്ള പാതയാണോ അസമാധാനത്തിൻ്റെ പാതയാണോ എന്ന് വരും ദിവസങ്ങളിൽ തീരുമാനിക്കപ്പെടുക. ഹമാസ് മിണ്ടണം, ഹമാസ് മൊഴിയണം, ഹമാസ് മറുപടി പറയണം. മറുപടി അനുകൂലമാകണം. പ്രതികൂലമായാൽ റോഡ് എങ്ങോട്ട് തിരിഞ്ഞു പോകും എന്ന് നമുക്കറിയില്ല.
അതെ, ട്രംപ് പറയുന്നത് കൃത്യമാണ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഒന്നേ നിങ്ങൾ ഇവിടെ വിട്ടുപോവുക, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക, ബന്ദികളെ മോചിപ്പിക്കുക. അതല്ല എങ്കിൽ ഹമാസെ നിങ്ങളെ ഞങ്ങൾ തീർക്കാൻ വരികയാണെന്നുള്ള അങ്ങനെ തീർക്കാമെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഈ ഗസ സിറ്റിയിൽ നിന്ന് തന്നെ 5 ലക്ഷത്തോളം പേര് ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ആളുകളിൽ എത്ര ഹമാസിൻ്റെ ആളുകളുണ്ടെന്ന് അറിയത്തില്ല. ആശുപത്രി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഈ ടെൻറ്റുകളുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകൾ, ഇത് കേന്ദ്രീകരിച്ചൊക്കെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവസാന നിമിഷം എന്ന നിലയിൽ ഈ ബന്ദികളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ചാവേർ ആക്രമണം നടത്തുകയോ അല്ലെ വീണ്ടും ഈ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുകയോ ഹമാസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കുറേ ആയുധങ്ങളെങ്കിലും അവശേഷിക്കുന്നല്ലോ ഇത്തരം സ്ഫോടനങ്ങളൊക്കെ സൃഷ്ടിക്കാമല്ലോ. അപ്പോൾ അമേരിക്ക പറയുന്നത് ഹമാസ് കേൾക്കുമോ എന്നുള്ളത്, ഇത് സംഭവം ഉണ്ടായിട്ട് ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞു, ഇപ്പോഴും ഹമാസ് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ എന്തായാലും സമാധാനത്തിന്റെ പാത തുറക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആശിക്കാവുന്നത്. അതെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.